ഹലോ, എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 27-ാം തീയതി ശനിയാഴ്ച നടന്നിട്ടുണ്ടായിരുന്ന LDC തിരുവനന്തപുരം പരീക്ഷയിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ്. ഒട്ടും സമയം കളയണ്ട, ലെറ്റ്സ് മൂവ് ടു വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്ര? എങ്ങനെ കണ്ടുപിടിക്കുക? 840 രൂപയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. എത്ര രൂപയ്ക്ക് വിറ്റു? 714 രൂപയ്ക്കാണ് വിറ്റത്. അപ്പൊ നമുക്കിതിന്റെ ഡിസ്കൗണ്ട് ശതമാനം കാണാൻ വളരെ സിമ്പിൾ ആണ്. ആദ്യം എന്ത് ചെയ്യുക? ഡിസ്കൗണ്ട് കണ്ടുപിടിക്കുക. നമ്മൾ വിൽക്കാൻ വെച്ചിരുന്ന വിലയും വിറ്റ വിലയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? അതിനെ ഒറിജിനലി വിൽക്കാൻ വെച്ചിരുന്ന വിലയുമായിട്ട് ഹരിക്കുക. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിസ്കൗണ്ട് കിട്ടും. ഡിസ്കൗണ്ടിനെ വിൽക്കാൻ വെച്ചിരുന്ന ഒറിജിനൽ വിലയുമായിട്ട് ഹരിക്കുക. ഓക്കെ, 840 ഹരിച്ചോ? ശതമാനം അല്ലേ ചോദിച്ചേക്കുന്നേ? ഗുണം 100 ചെയ്യണം. ലാഭശതമാനവും നഷ്ടശതമാനവും ഒക്കെ കണ്ടുപിടിക്കില്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ. ലാഭശതമാനം കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? വിറ്റ വിലയും വാങ്ങിയ വിലയും കൂടെ കുറയ്ക്കും, വാങ്ങിയ വിലയുമായിട്ട് ഹരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വിൽക്കാൻ വെച്ചിരുന്ന വിലയും വിറ്റ വിലയും തമ്മിൽ എന്ത് ചെയ്യുക? കുറയ്ക്കുക. എന്നിട്ട് വിൽക്കാൻ വെച്ചിരുന്ന വിലയുമായിട്ട് ഹരിക്കുക, ഗുണം 100 ചെയ്യുക. സോൾവ് ചെയ്യാലോ? അപ്പൊ 10ന് 4 പോയാൽ 6. ഇവിടെ പിന്നെ എത്രയേ ഉള്ളൂ? 83. 83ഉം 71ഉം 71ഉം 10ഉം 81. ഒരു രണ്ടും കൂടെ ഉണ്ട് അല്ലേ? അപ്പൊ 126 എന്ന് കിട്ടി. 126/840 ഗുണം 100. ഈ 0 നമുക്ക് വെട്ടാം. 6 ഗുണം 1 6, ശിഷ്ടം 2 24 എന്ന് വായിക്കുക. 6 ഗുണം 4 24. ഇവിടെ വെട്ടിക്കോ. 6 ഗുണം 2 6 ഗുണം 1. ഇനി വെട്ടാലോ? നമുക്ക് 7 വെച്ച് വെട്ടാം. 7 ഗുണം 2 14, 7 ഗുണം 3 21. ഇനിയും വെട്ടാലോ? 2 ഗുണം 1 2, 2 ഗുണം 5 10. 5 ഗുണം 3 എത്രയാ? 15%. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 15% എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയൊരു ചോദ്യമായിരുന്നു. ഓപ്ഷൻ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 15%. അടുത്ത ചോദ്യം: 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ശരാശരി എന്ത് ചെയ്തു? കൂടി. പിന്നെ ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലെ? എങ്ങനെയായിരുന്നു? 11 സംഖ്യകളുടെ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് 66. ആദ്യത്തെ ശരാശരി എഴുതുക. ആദ്യത്തെ ശരാശരി എത്രയാ? 66. ഇനി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ വന്നാൽ ശരാശരി കൂടണം, ഒരാൾ പോയാൽ ശരാശരി കുറയണം. അങ്ങനെ നമ്മൾ പഠിച്ചത് അല്ലെ? ഒരാൾ വന്നപ്പോൾ ശരാശരി കൂടിയാൽ പ്ലസ് ഇടണം, കുറഞ്ഞാൽ മൈനസ് ഇടണം. മനസ്സിലായോ? അപ്പൊ ശരാശരി കൂടുകയല്ലേ ചെയ്തത്? ഒരാളും കൂടെ വന്നപ്പോൾ ശരാശരി കൂടി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? പ്ലസ് ഇട്ട് കൊടുത്തു. ഇനി എത്ര കൂടിയെന്ന് നോക്കിക്കേ. 11 സംഖ്യകളുടെ ശരാശരി 66 ആയിരുന്നേ. ഒരാളും കൂടെ വന്നപ്പോൾ അത് എന്തായി? 72 ആയിട്ട് മാറി. എത്ര കൂടി? 66ഉം 6 കൂടി അല്ലെ? 66ഉം 6ഉം ആണ് 72. അപ്പൊ ശരാശരിയിൽ വന്ന വ്യത്യാസവും ആകെയുള്ള അംഗങ്ങളുടെ എണ്ണവും കൂടെ ഗുണിക്കുക. ഓക്കെ, ശരാശരിയിൽ വന്ന വ്യത്യാസം 6, ആകെയുള്ള അംഗങ്ങൾ ഇവിടെ എത്രയാ? 11 അല്ലേ? 11 സംഖ്യകളുടെ ശരാശരി ആയിരുന്നു 66. ഒരാളും കൂടെ വന്നു. ഇപ്പൊ എത്രയായി? 12. അപ്പൊ 12ഉമായിട്ട് ഗുണിക്കുക. ഫൈൻ. അപ്പൊ ചെയ്യാലോ? 66 പ്ലസ് 6 ഗുണം 12 എത്രയാ? 72. അപ്പൊ രണ്ടും കൂടെ എന്ത് ചെയ്യാം? നമുക്ക് കൂട്ടിയാൽ ആൻസർ കിട്ടും. 6ഉം 2ഉം 8, 6 6 12 1 13. നമ്മുടെ ഉത്തരം എത്ര വന്നു? 138 എന്ന് വന്നു കേട്ടോ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ. ഇനി ഇതിപ്പോ ഷോർട്ട് കട്ട് എല്ലാവർക്കും ഒന്നും അറിയണമെന്നില്ല. സാധാരണ രീതിയിൽ ഈ ചോദ്യം എങ്ങനെയാ ചെയ്യേണ്ടത്? ആകെ എത്ര പേരുണ്ടായിരുന്നു? 11 പേര്. 11 പേരുടെ ശരാശരി എത്രയായിരുന്നു? 66 ആയിരുന്നു അല്ലെ? ഇനി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരാളും കൂടെ വന്നു, അയാളുടെ വാല്യൂ എനിക്ക് അറിയില്ല. അപ്പൊ ഇതെല്ലാം കൂടെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ആകെയുള്ള തുക കിട്ടും. ശരാശരിയെ ആകെയുള്ള സംഖ്യയുമായി ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? തുക കിട്ടും കേട്ടോ. അപ്പൊ 11 പേരുടെ ശരാശരി 66. 11 ഗുണം 66 ചെയ്താൽ നമുക്ക് അവരുടെ തുക കിട്ടും. ഓക്കെ, അതിന്റെ കൂടെ പുതിയൊരാളും കൂടെ വന്നു. അപ്പൊ അയാളുടെ വാല്യൂ കൂടെ ഞാൻ കൂട്ടി. അപ്പൊ ഇത് മൊത്തം കൂടെ എന്താണ്? നമ്മുടെ സം അല്ലെങ്കിൽ തുക. ഇനി ആ സമ്മിനെ എന്ത് ചെയ്യണം? തുകയെ ടോട്ടൽ സംഖ്യയുമായി ഹരിച്ചാൽ ശരാശരി കിട്ടും. ഇപ്പൊ എത്ര പേരായി? 11 1
12 പേരായി. ഇപ്പൊ തുകയെ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പറുമായി ഹരിച്ചപ്പോൾ നമുക്ക് ശരാശരി എത്ര കിട്ടി? 22 എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്താലും എന്ത് കിട്ടും? എക്സിന്റെ വില കിട്ടും കേട്ടോ. മറ്റേത് ഷോർട്ട് കട്ട് ആയതുകൊണ്ട് അതങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ കാൽക്കുലേഷൻ കൂടുതലുണ്ടല്ലോ. അപ്പൊ ഇത് സോൾവ് ചെയ്താലും നമുക്ക് എക്സിന്റെ വില എന്ത് കിട്ടും? 138 എന്ന് കിട്ടും. ഈ 12നെ ഇങ്ങോട്ട് വിടുക, പിന്നെ 11 ഗുണം 66 ചെയ്യുക, രണ്ടും കൂടെ കുറച്ചാലും നമുക്ക് ആൻസർ എത്ര തന്നെ വരും? 138. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു ടാങ്ക് നിറയ്ക്കാൻ 3 പൈപ്പുകൾക്ക് 1 മണിക്കൂർ 30 മിനിറ്റ് വേണം. അപ്പൊ 3 പൈപ്പിന് എത്ര സമയം വേണം? 1 മണിക്കൂറും 30 മിനിറ്റും വേണം. ഫൈൻ. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അതായത് പൈപ്പുകളുടെ എണ്ണം കൂടിയാൽ സമയം കുറച്ചു മതി അല്ലേ? സ്വാഭാവികമായിട്ട് ഒരു 10 പൈപ്പ് ഒരുമിച്ച് തുറന്നു വിട്ടാൽ പെട്ടെന്ന് വെള്ളം നിറയും. 2 പൈപ്പ് ആണെങ്കിലോ സമയം കൂടുതൽ വേണം അല്ലെ? ഒത്തിരി സമയം എടുക്കും നിറയാൻ വേണ്ടി. അപ്പൊ പൈപ്പുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സമയം കുറച്ചു മതി. പൈപ്പിന്റെ എണ്ണം കുറഞ്ഞാലോ സമയം കൂടുതലായിട്ട് എടുക്കും. ശരിയല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചതാ. അപ്പൊ പൈപ്പിന്റെ എണ്ണം ഇവിടെ ഞാൻ കുറയ്ക്കാൻ പോവാണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടി വരും? അപ്പൊ 2 പൈപ്പ് ഉപയോഗിച്ചാൽ എത്ര ടൈം വേണമെന്നാ ചോദിച്ചേക്കുന്നേ. നോക്കാലോ. 3 പൈപ്പിന് 1 മണിക്കൂർ 30 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 1 പൈപ്പിന് എത്ര സമയം വേണം? 1 പൈപ്പിന്റെ സമയം കാണാൻ ഇവിടെ ഞാൻ 3 ഹരിച്ചാൽ പോരെ? 3/3 ആണ് 1. ഇവിടെ എന്തെങ്കിലും സാധനം വെച്ച് ഹരിച്ചാൽ അപ്പുറത്ത് അതേ സാധനം വെച്ച് ഗുണിക്കുക. ഓക്കെ, രണ്ടുപേരും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഒരെണ്ണത്തിന്റെ എണ്ണം കൂടിയാൽ മറ്റേത് കുറയും. അങ്ങനെ വരുന്ന പക്ഷം ഒരിടത്ത് നമ്മൾ ഹരിച്ചാൽ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ചത് ആ സമയത്ത്. ഇനി ഞാൻ ഇവിടെ ഗുണിക്കുവാണെങ്കിലോ അവിടെ കൊണ്ടുപോയി ഹരിക്കണം. ഈ ഗുണനവും ഹരണവും ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എപ്പോൾ ഒരാളുടെ എണ്ണം കൂടുമ്പോൾ മറ്റേ ആൾ കുറയുവാണ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിൽ വേണം ചെയ്യാൻ. ഓക്കെ, ഇവിടെ പൈപ്പിന്റെ എണ്ണം ഞാൻ എന്ത് ചെയ്തു? കുറച്ചു. പൈപ്പിന്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഹരിച്ചു. ഇവിടെ ഹരിച്ചാൽ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം കേട്ടോ. അപ്പൊ 1 hour 30 minutes into 3 ചെയ്താലോ എങ്ങനെ ചെയ്യാൻ പറ്റുക? 1 മണിക്കൂറെ ഗുണം 3 എത്രയാ? 3 മണിക്കൂറെ പ്ലസ് 30 മിനിറ്റ് ഗുണം 3 എത്രയാ? 90 മിനിറ്റ്. 3 ഗുണം 3 9, ഒരു 0 കൂടെ ഉണ്ട്. അപ്പൊ 3 മണിക്കൂറും 90 മിനിറ്റും. 90 മിനിറ്റിനെ എനിക്ക് എങ്ങനെ എഴുതാം? 60 മിനിറ്റ് പ്ലസ് 30 മിനിറ്റ് എന്ന് എഴുതിക്കൂടെ? 60 30 കൂടെ ചേരുന്നതാണല്ലോ 90. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിന് തുല്യമല്ലേ? 60 മിനിറ്റ് 1 മണിക്കൂറിന് തുല്യമാണ് കേട്ടോ. അപ്പൊ ദേ 3 1 എത്രയായി? 4 മണിക്കൂറും 30 മിനിറ്റും നമുക്ക് കിട്ടി. അപ്പോൾ ഒരു പൈപ്പ് നിറയ്ക്കാൻ എടുക്കുന്ന സമയം 4.5 മണിക്കൂറാണ്. 4 മണിക്കൂറും 30 മിനിറ്റും. അങ്ങനെയാണെങ്കിൽ 2 പൈപ്പ് എത്ര സമയം എടുക്കും? ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 2 ഗുണിച്ചാൽ പോരെ? 2 ഗുണം 1 2. ഇവിടെ ഗുണിച്ചാൽ ഇവിടെ എന്ത് ചെയ്യണമെന്നാ നമ്മൾ പഠിച്ചേ? ഹരിക്കണം. ഇവിടെ ഞാൻ 2 ഗുണിച്ചാൽ ഇവിടെ ഞാൻ 2 ഹരിക്കുക. അപ്പൊ 4നെ 2 ഹരിച്ചാൽ എത്ര വന്നു? 2 എന്ന് വന്നു. അപ്പൊ 2 മണിക്കൂർ എന്ന് കിട്ടി. 30നെ 2 ഹരിച്ചാലോ 15 മിനിറ്റ് എന്ന് കിട്ടി. കണ്ടോ? നമ്മുടെ ആൻസർ എത്രയാ? 2 പൈപ്പ് നിറയ്ക്കാൻ എടുക്കുന്ന സമയം 2 മണിക്കൂർ 15 മിനിറ്റ്. ഈസി അല്ലായിരുന്നോ? പക്ഷെ ഈ ഒരു കോൺസെപ്റ്റ് അറിയില്ലെങ്കിൽ നമുക്ക് ആൻസർ തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ആൻസറോടെ ഓപ്ഷൻ ഡി, 2 മണിക്കൂർ 15 മിനിറ്റ്. അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. 2 raised to k plus 1 into 2 raised to 5 is equal to 2 raised to 7 ആണ് തന്നേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് കെയുടെ വില കാണാൻ പറഞ്ഞ എങ്ങനെയാ? a raised to m into a raised to n നെ നമുക്ക് എങ്ങനെ എഴുതാം? a raised to m plus n എന്ന് എഴുതാം. നമ്മൾ എക്സ്പോണൻസിലെ റൂൾ ആണ് അല്ലെ, കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ അറിയില്ലെങ്കിൽ പോയി പഠിക്കണം കേട്ടോ. എന്നിട്ട് കുറെ റൂളുകൾ പറയുന്നുണ്ട്. അത് അറിയാമെങ്കിലേ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫൈൻ. a raised to m plus n എന്ന് കിട്ടി. a raised to m plus n എന്ന് പറഞ്ഞാൽ ഇവിടെ എയുടെ വാല്യൂ എന്താ? 2. എമ്മിന്റെ വാല്യൂ എന്താ? k plus 1 പ്ലസ് എന്നിന്റെ വാല്യൂ എത്രയാണ്? 5. കണ്ടോ? അപ്പൊ എന്താ കിട്ടി? 2 raised to k plus 6 എന്ന് കിട്ടി. ഈ 5 ഒന്നും കൂടെ കൂട്ടി കേട്ടോ. അങ്ങനെയാണ് 6 കിട്ടിയത്.
അപ്പൊ 2k+r എന്ന് പറയുന്നത് 2:7 തുല്യമാണെന്നാണ് ഇവർ ചോദ്യത്തിൽ തന്നേക്കുന്നത്. ഈ ഭാഗത്തിന് തുല്യമാണ്. ഈ ഭാഗം നമ്മൾ സോൾവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 2k+r എന്ന് കിട്ടി. അത് 2:7 തുല്യമാണ്. ഇവിടുത്തെ ബേസും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പവറുകളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം. അപ്പൊ k+6 എന്തിന് തുല്യമായിട്ട് എടുക്കാം? 7 തുല്യമായിട്ട് എടുക്കാം. അപ്പൊ കെയുടെ വില എന്ത് വരും? 7 - 6. ഈ +r അപ്പുറത്ത് പോകുമ്പോ എന്താവും? -6 ആവും കേട്ടോ. 7 - 6 കുറച്ചാൽ 1. അപ്പൊ കെയുടെ വാല്യൂ എത്ര വന്നു? 1 എന്ന് കിട്ടി. ഫൈൻ. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. അപ്പൊ ദേ എ എത്ര ദിവസം എടുക്കും? 20 ദിവസം. എയും ബിയും കൂടെ ചേർന്ന് ഒരുമിച്ച് ജോലി ചെയ്താൽ, എയും ബിയും കൂടെ ഒരുമിച്ച് ആ ജോലി പൂർത്തിയാക്കാൻ 12 ദിവസം എടുക്കും. അപ്പൊ എയും ബിയും കൂടെ ഒരുമിച്ച് എത്ര ദിവസം? 12 ദിവസം. അങ്ങനെയാണെങ്കിൽ ബി മാത്രമായി ആ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ എക്ക് 20 ദിവസം, എക്കും ബിക്കും കൂടെ ചേർന്ന് 12 ദിവസം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടുപേരുടെയും കൂടെ ലസാഗു കണ്ടുപിടിക്കാം. ചെയ്യാലോ? നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടുവേ. അതിന് വേണ്ടിയിട്ടാണ് എത്ര ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളുടെ എല്ലാം ലസാഗു കാണുക. അപ്പൊ 2 വെച്ച് ചെയ്തോ. 10 കിട്ടി. 12നെ 2 ഹരിച്ചാൽ 6. വീണ്ടും 2 ഹരിച്ചോ. 10നെ 2 ഹരിച്ചാൽ 5. 6നെ 2 ഹരിച്ചാൽ 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 ഗുണം 2 ഗുണം 5 ഗുണം 3 ചെയ്തു നോക്കാമല്ലോ. 5 3 15. 15 2 30. 30 2 60. പെൽസിയം നമുക്ക് എത്ര കിട്ടി? 60 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ടോട്ടൽ വർക്ക്. കണ്ടോ? ടോട്ടൽ വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര ദിവസങ്ങളുണ്ടോ ആ ദിവസങ്ങളുടെ എല്ലാം ലസാഗു കണ്ടാൽ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും 60. അടുത്ത സ്റ്റെപ്പ് എന്താ? രണ്ടുപേരുടെയും എഫിഷ്യൻസി കാണണം. എഫിഷ്യൻസി കാണാലോ. എങ്ങനെയാ കാണുന്നേ? ടോട്ടൽ വർക്കിനെ അവരെടുക്കുന്ന ദിവസവുമായിട്ട് ഹരിക്കുക. ടോട്ടൽ വർക്കിനെ അവരെടുക്കുന്ന ദിവസവുമായിട്ട് ഹരിക്കുക. 60/20 എത്ര വന്നു? 3. അപ്പൊ നമുക്ക് എയുടെ എഫിഷ്യൻസി എത്ര കിട്ടി? 3 കേട്ടോ. എഫിഷ്യൻസി ആണ് ഇത്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? കാര്യക്ഷമത. ഒരു ദിവസം എത്ര യൂണിറ്റ് ജോലി അവർ പൂർത്തിയാക്കും. അപ്പൊ എ എന്ന് പറയുന്ന വ്യക്തി 3 യൂണിറ്റ് ജോലി ഒരു ദിവസം ആകെ ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യും? വീട്ടിൽ പോകും. ഇതാണ് അവരുടെ കാര്യക്ഷമത എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി എയും ബിയും കൂടെ ചേർന്ന് എത്ര യൂണിറ്റ് ജോലി ചെയ്യും? 12 60നെ ഹരിക്കുക. 60/12 എത്ര വന്നു? 5 എന്ന് വന്നു. കണ്ടോ? എയും ബിയും കൂടെ ചേർന്ന് 5 യൂണിറ്റ് ആണ് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? എ ഒരു ദിവസം 3 യൂണിറ്റ് ജോലി ആകെ ചെയ്യത്തുള്ളൂ. എയും ബിയും കൂടെ ചേർന്ന് 5 യൂണിറ്റ് ജോലി പൂർത്തിയാക്കും. അങ്ങനെയാണെങ്കിൽ ബിയുടെ എഫിഷ്യൻസി എത്രയാ? 2 ആയിരിക്കില്ലേ? 5ൽ നിന്നും 3 കുറച്ചാ പോരെ. ഈ 5 യൂണിറ്റിൽ 3 യൂണിറ്റും ആരാ ചെയ്യുന്നേ? എ ആ ചെയ്യുന്നേ. പോയിട്ട് പിന്നെ 2 എണ്ണല്ലേ ഉള്ളൂ. ആ 2 എണ്ണം ആര് ചെയ്യും? ബി ചെയ്യും. അപ്പൊ ബിയുടെ എഫിഷ്യൻസി നമുക്ക് കിട്ടി. ഇനി ബി ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ എത്ര ദിവസം എടുക്കുമെന്നാ ചോദിച്ചേക്കുന്നേ. അപ്പൊ ബി ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ എടുക്കുന്ന ദിവസം കാണാൻ എന്ത് ചെയ്യണം? ബി എടുക്കുന്ന ദിവസം കാണാൻ ടോട്ടൽ വർക്കിനെ 60 യൂണിറ്റ് ബിയുടെ എഫിഷ്യൻസിയുമായിട്ട് ഹരിക്കുക. ടോട്ടൽ വർക്കിനെ ബിയുടെ എഫിഷ്യൻസിയുമായിട്ട് ഹരിച്ചാൽ ദിവസം കിട്ടും. ഓക്കെ. ഇനി നമ്മുടെ ടോട്ടൽ വർക്കിനെ ദിവസവുമായിട്ട് ഹരിച്ചാൽ നമുക്ക് എഫിഷ്യൻസി കിട്ടും. ബന്ധം മനസ്സിലായല്ലോ? ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ എപ്പോഴും ഹരിക്കുക. എഫിഷ്യൻസി വെച്ചാണ് ഹരിക്കുന്നെങ്കിൽ നമുക്ക് ദിവസം കണ്ടുപിടിക്കാം. ദിവസം വെച്ചാണ് ഹരിക്കുന്നെങ്കിൽ നമുക്ക് എഫിഷ്യൻസി കാണാം. അപ്പൊ 60നെ 2 ഹരിച്ചാൽ എത്ര വന്നു? 30. 30 ദിവസമാണ് നമ്മുടെ ഉത്തരം. കണ്ടോ? അപ്പൊ ഒരു ദിവസം 2 യൂണിറ്റ് ജോലി വെച്ച് ചെയ്താൽ 60 യൂണിറ്റ് ജോലി ആകെ ചെയ്യണ്ടേ? അപ്പൊ എത്ര ദിവസം എടുക്കും? 30 ദിവസം എടുക്കും. ഫൈൻ. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി 30 ദിവസം. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒറ്റ ആനയെ കണ്ടെത്തുക. 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. വലിയ സംഖ്യകളാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് പ്രൈം നമ്പേഴ്സിനെ കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല. പിന്നെ നോക്കിക്കേ, എല്ലാം ഒറ്റ സംഖ്യകളാണോ അല്ലെങ്കിൽ എല്ലാം ഇരട്ട സംഖ്യകളാണോ? അങ്ങനെ ഒരു പോസിബിലിറ്റി നോക്കാൻ പറ്റില്ല. കാരണം ഇവിടെ 1 3 ആണ്, പക്ഷെ ഇവിടെയോ 2 4 ആണ് അല്ലേ. അപ്പൊ ഇതുപോലെ ഒരു വഴിയും തെളിഞ്ഞു വരുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാ സംഖ്യയും ഒന്ന് കൂട്ടി നോക്കുക. കൂട്ടാലോ?
5ഉം 2ഉം 7, 7 1ഉം 8, 8ഉം 3ഉം എത്രയാ 11, 11ഉം 6ഉം 17 എന്ന് കിട്ടി. ഇനി അടുത്തതും കൂട്ടിക്കോ. 5ഉം 2ഉം 7, 7 1ഉം 8, 8 3ഉം 11, 11 6ഉം 17. അപ്പൊ നമുക്ക് ഏകദേശ ധാരണയായി എന്താണ് എല്ലാത്തിനെയും കൂടെ കൂട്ടുമ്പോൾ 17 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കിക്കേ, 4ഉം 4ഉം 8, 8ഉം 4ഉം 12, 12ഉം 3ഉം 15, 15ഉം 2ഉം 17. എല്ലാം കൂടെ കൂട്ടിയപ്പോൾ 17 കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ കിട്ടാൻ പാടില്ല. നോക്കാം. 3ഉം 3ഉം 6, 6ഉം 4ഉം 10, 10ഉം 4ഉം 14, 14ഉം 2ഉം 16. അപ്പൊ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഫൈൻ. അടുത്ത ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡയറക്ഷനിൽ നിന്നും വളരെ ഈസി ആയി ചോദിച്ചൊരു ചോദ്യമായിരുന്നു കേട്ടോ. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്തു. അപ്പൊ ദേ ഇവിടെ നിന്ന് തുടങ്ങുകയാണേ. 8 മീറ്റർ എങ്ങോട്ട് പോയി? വടക്കോട്ട് പോയി. വടക്ക് എവിടെയാ? നോർത്ത് ആണല്ലേ. ഇനി പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ, മുകളിലേക്ക് പോകുന്ന ഒരാളുടെ വലത് ഭാഗം അങ്ങോട്ടായിരിക്കും. വലത്തോട്ട് തിരിഞ്ഞ് എത്ര ദൂരം പോയി? 2 കിലോമീറ്റർ പോയി. അതിനുശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ. ഇപ്പൊ അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പൊ വലത് എങ്ങോട്ടാ? താഴോട്ടും ഇടത് മുകളിലോട്ടും ആയിരിക്കും. വലത്തോട്ട് സഞ്ചരിക്കുന്നു എന്നല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പൊ ദേ വലത്തോട്ട് തിരിഞ്ഞ് എത്ര ദൂരം സഞ്ചരിച്ചു? 1 കിലോമീറ്റർ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാ? രാജു ഇപ്പൊ എങ്ങോട്ടാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നേ? സൗത്തിലേക്കല്ലേ, തെക്ക് ദിശയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇതേ ചോദ്യം തുടങ്ങിയ സ്ഥാനത്ത് നിന്നും ഏത് ദിശയിലാണ് രാജു നിൽക്കുന്നത് അങ്ങനെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതായിരുന്നു? ഇതാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തതിന്റെ നോർത്ത് എന്ന് പറയുന്നത്, വടക്കെന്ന് പറയുന്നത് നേരെ മുകളിൽ വരും. ഇനി ഇതോ കിഴക്ക് ഭാഗമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? വടക്ക് കിഴക്ക് എന്ന് ഉത്തരം എഴുതാമായിരുന്നു. മനസ്സിലായോ? തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഏത് ദിശയിലാണ് എന്ന് ചോദിച്ചാൽ വടക്ക് കിഴക്കെന്ന് എഴുതാം. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ദിശയിലാണ് ഇപ്പോൾ രാജു സഞ്ചരിക്കുന്നത്? രാജു ഇപ്പൊ താഴോട്ടല്ലേ സഞ്ചരിക്കുന്നേ? തെക്ക് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ഏതാണ്? തെക്ക്. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹലോയെ നമ്മൾ കോഡ് ചെയ്തിരിക്കുന്നത് KHOOR എന്നാണ്. അങ്ങനെയാണെങ്കിൽ വേൾഡിനെ എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിക്കോ, എച്ചിനെ കെ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 3 കൂട്ടിയാൽ മതി അല്ലേ. എച്ച് കഴിഞ്ഞാൽ IJK. കണ്ടോ, മൂന്നാമത്തെ ആളാണ് കെ. ഇയുടെ കൂടെ 3 കൂട്ടിയാൽ എച്ച് കിട്ടും. എല്ലിന്റെ കൂടെ 3 കൂട്ടിയാൽ O കിട്ടും. ഇനി അങ്ങോട്ട് ചെയ്ത് നോക്കണ്ട, അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഡബ്ല്യുവിന്റെ കൂടെ 3 കൂട്ടിയാൽ എന്ത് വരും? XYZ. ഇസഡിലാണ് നമ്മുടെ ഉത്തരം തുടങ്ങുന്നത്. ബാക്കി ഒന്നും ചെയ്തു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മുടെ ഓപ്ഷനകത്ത് ഇസഡിൽ തുടങ്ങുന്ന ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ഡി. അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ബാക്കി ഒന്നും ചെയ്ത് സമയം പോലും കളയേണ്ട ആവശ്യമില്ലായിരുന്നു. ഫൈൻ. അടുത്ത ചോദ്യം. അടുത്ത നോക്കിക്കേ. ശ്രീഗണികളിൽ നിന്നുള്ള ഒരു ചോദ്യമായിരുന്നു. 4 7 12 അടുത്തത് എന്ത്? 4നെ 7 ആക്കാൻ 3 കൂട്ടുക. കൂടെ എത്ര കൂട്ടിയാൽ 12 കിട്ടും? 5 കൂട്ടിയാൽ 12. അങ്ങനെയാണെങ്കിൽ 3 ആയി 5 ആയി. അടുത്ത എത്രയാ? 7 കൂട്ടണം. 12ന്റെ കൂടെ 7 കൂട്ടിയാൽ എത്രയാ വരിക? 19. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ എത്രയാണ്? 19. വളരെ എളുപ്പമുള്ള ചോദ്യം അല്ലായിരുന്നോ? ഓപ്ഷൻ നോക്കാം. ആൻസറുടെ ഓപ്ഷൻ എ 19. ലാസ്റ്റ് ചോദ്യം. നമ്മുടെ മെന്റൽ എബിലിറ്റി എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു. എ എന്നാൽ പ്ലസ്. അപ്പൊ എക്ക് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? പ്ലസ് എന്ന് ഇട്ട് കൊടുക്കാം. ബി എന്നാൽ മൈനസ്. അപ്പൊ ദേ ബി ഇവിടെ ഉണ്ട്. ബിക്ക് പകരം മൈനസ് ഇട്ട് കൊടുക്കാം. അടുത്ത് സി എന്നാൽ ഡിവിഷൻ. സിക്ക് പകരം ഹരണം ഇട്ട് കൊടുക്കാം. ഇനി ഡി എന്നാൽ ഗുണനം. അപ്പൊ ഡിക്ക് പകരം ഗുണനം ഇട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ 18 12C 6D 2B 5 സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ചെയ്യാലോ? ആദ്യം എന്ത് ചെയ്യണം? ഹരണം ചെയ്യണം. 12നെ 6ഉമായിട്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സോ 18 + 2 ഗുണം 2 മൈനസ് 5. 2 ഗുണം 2 എത്രയാ? 4 ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 4 എന്ന് എഴുതാം. ഇനി കൂട്ടണം. ആദ്യം നമ്മൾ കൂട്ടണം, പിന്നെ കുറയ്ക്കണം എന്നാ പഠിച്ചത്. 18ഉം 4ഉം കൂടെ കൂട്ടിയാൽ എത്ര വരും? 22. 22ന് എന്ത് ചെയ്യാം? 5 കുറയ്ക്കണം. 22ന് 2 കുറച്ചാൽ 20. ഒരു 3ഉം കൂടെ കുറച്ചാലോ? 17. അപ്പൊ നമ്മുടെ ഉത്തരം എത്ര വന്നു? 17 എന്ന് വന്നു. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി 17. ഫൈൻ.
വളരെ എളുപ്പമുള്ള 10 ചോദ്യങ്ങളായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമെന്നായിരുന്നു. പക്ഷേ LDC എന്താണെങ്കിലും ആദ്യത്തെ പരീക്ഷ ആയതുകൊണ്ടാണോ തിരുവനന്തപുരംകാരുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, മാത്സിലെ 10 ചോദ്യങ്ങളിൽ 10ൽ 10ഉം വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു കേട്ടോ. എന്ന് വെച്ച് അടുത്ത പരീക്ഷകളിലെല്ലാം ഇതുപോലെ എളുപ്പമാവണമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ തീർച്ചയായിട്ടും സ്ട്രെസ് കൊടുത്ത് പഠിക്കേണ്ടത് വർക്ക് ആൻഡ് ടൈം ആണ് കേട്ടോ. വർക്ക് ആൻഡ് ടൈമിൽ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാകും. കാരണം കഴിഞ്ഞ കുറച്ച് പരീക്ഷകളിലായിട്ട് റിപ്പീറ്റ് ചെയ്ത് PSC എല്ലാ പരീക്ഷകളിലും ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. ഈ പരീക്ഷയ്ക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ടോപ്പിക്ക് നല്ല തറാക്കി വെക്കുക. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം കേട്ടോ. അതുപോലെ തന്നെ ശ്രേണികൾ നന്നായിട്ട് പഠിക്കുക. ഈ 2 ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഒറ്റയാനെ കണ്ടെത്തുക, അതുപോലത്തെ ചോദ്യമൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. എന്നിരുന്നാലും വർക്ക് ആൻഡ് ടൈം എന്നുള്ള ടോപ്പിക്ക് നല്ല തറവായിട്ട് പഠിച്ചു വയ്ക്കാൻ മറക്കരുത് കേട്ടോ. പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ബട്ടണും കൂടെ ഒക്കെ അമർത്തണം കേട്ടോ. പല കുട്ടികളും നല്ല നല്ല കമന്റുകളൊക്കെ അറിയിക്കാറുണ്ട്. കൂടെ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറന്നു പോകുന്നുണ്ട് പലരും. അപ്പം എന്താണെങ്കിലും അടുത്തൊരു നല്ല ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.